മൂവ് ചെയ്യാൻ റെഡിയാണ്. സോ ഹാൻഡ് ബ്രേക്ക് നമുക്ക് മെല്ലെ റിലീസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളൊരു ക്രോസ് റോഡ് ജംഗ്ഷൻ അപ്രോച്ച് ചെയ്യാണ്. എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണ്ടേ. അപ്പൊ ഞാൻ MSM PSL മെത്തേഡിൽ ഇവിടെ നിർത്തുന്നു സിഗ്നലില്. M ഇസ് മിറർ. ആദ്യം സെന്റർ മിറർ, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്തതിനു ശേഷം ഞാൻ സിഗ്നൽ ഇട്ടു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഒന്നും കൂടി മിറേഴ്സ് ചെക്ക് ചെയ്യുക. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എവിടെയാണ് നിർത്തേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം സ്പീഡ് റെഡ്യൂസ് ചെയ്ത് ലുക്ക് ചെയ്തിട്ട് നമ്മൾ സ്കാൽ പൊസിഷനിലാണ് നിർത്താൻ പോണേ. സേഫ്, കൺവീനിയന്റ് ആൻഡ് ലീഗൽ പൊസിഷൻ. എല്ലാവരും ഫോളോ ചെയ്യണം. ലുക്ക്, ആസിസ്, ഓപ്പോസിറ്റ് ഒരു വണ്ടിയും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ആക്ട് ചെയ്യുക. ലെഫ്റ്റിലേക്ക് എടുക്കാം നമുക്ക്. വണ്ടിയിൽ കയറുന്നതിന്റെ മുന്നേ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അതിന് ഫസ്റ്റ് നമ്മൾ അതിന് വാക്ക് അറൗണ്ട് എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ വീൽ പൊസിഷൻ നോക്കണം, സ്ട്രേറ്റ് ആണോ നോക്കണം. പിന്നെ നമ്മൾ ബോണറ്റ് ക്ലോസ്ഡ് ആണോ നോക്കണം. നമ്പർ പ്ലേറ്റ് സ്ക്രൂഡ് ആണോ ക്ലിയർ ആണോ നോക്കണം. നമ്മൾ ഇതിന്റെ താഴെ ഇരുന്ന് ഫ്യൂവൽ ലീക്കേജോ പെൻസോ വാട്ടർ ലീക്കേജോ കിഡ്സോ ചിൽഡ്രൻസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നമ്മൾ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും അല്ലാതെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് വീടിന്റെ വെയർ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ വന്ന് ക്ലോസ്ഡ് ആണോ നോക്കണം. ഫ്യൂവൽ ലീക്ക് ക്ലോസ്ഡ് ആണോ നോക്കണം. ടയർ എയർ ഉണ്ടോ നോക്കണം. നെക്സ്റ്റ് ഇവിടെ വന്ന് ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ബൂട്ട് ക്ലോസ്ഡ് ആണോ നോക്കണം. നമ്പർ പ്ലേറ്റ് സ്ക്രൂഡ് ആണ് നമ്മൾ കാണുന്നുണ്ടോ നോക്കി ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് താഴെ ഇരുന്ന് പെറ്റ്സോ കിഡ്സോ ചിൽഡ്രൻസ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡിനോട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ലോക്ക് ആവണം. എന്നാലാണ് സീറ്റ് ബെൽറ്റ് വർക്ക് ചെയ്യണ്ടെന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണില്ല എന്ന് അർത്ഥം. അടുത്തത് നമുക്ക് കൺട്രോൾസ് പഠിക്കാം. അതില് ഫുഡ് കൺട്രോൾ ഉണ്ട്, ഹാൻഡ് കൺട്രോൾ ഉണ്ട്, അതർ കൺട്രോൾസ് ഉണ്ട്. ഫുഡ് കൺട്രോളില് നമ്മൾ ഈ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്യണം. ക്ലച്ചിന് ലെഫ്റ്റ് ലെഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ബ്രേക്കിനും ആക്സിലറേറ്ററിനും നമ്മൾ റൈറ്റ് ലെഗ് ഒരു പിവറ്റ് മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഒരു V ഷേപ്പിലാണ് നമ്മൾ ഈ കാല് അറേഞ്ച് ചെയ്യേണ്ടത്. അത് രണ്ടിനും ഇതാണ് യൂസ് ചെയ്യുക. പിന്നെ ഹാൻഡ് കൺട്രോൾ, അതിൽ ഫസ്റ്റ് സ്റ്റിയറിംഗ് നമ്മൾ 9-3 പൊസിഷനിലാണ് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഗിയർ ലെവലാണ്. അത് നമ്മൾ തമ്പ് ഡൗൺ പൊസിഷനിൽ 1-2 നമ്മൾ ചേഞ്ച് ചെയ്യണം. തമ്പ് ഡൗൺ 1-2. നെക്സ്റ്റ് 3-4 പാം മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുക. 3-4. നെക്സ്റ്റ് 5 റിവേഴ്സും തമ്പ് അപ്പ് പൊസിഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. 5th റിവേഴ്സ്. നെക്സ്റ്റ് ഹാൻഡ് ബ്രേക്ക് ആണ്. ഹാൻഡ് ബ്രേക്ക് നമ്മൾ മേലേക്ക് ഇത്തിരി പൊന്തിച്ച് അത് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം താഴേക്ക് ആക്കാന്. ഓൺ ആക്കുകയാണെങ്കിൽ അത് വെറുതെ ഒന്ന് മേലേക്ക് വലിച്ചിട്ടാൽ മതി. നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് കൺട്രോള്. നെക്സ്റ്റ് ഹോണ്, ലൈറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ഇഗ്നിഷൻ സ്വിച്ച്, സ്റ്റാർട്ടർ, വൈപ്പേഴ്സ്. ഇതൊക്കെ നമ്മുടെ ഹാൻഡ് കൺട്രോളാണ്. പിന്നെ അതർ കൺട്രോൾസ് ആണ് റെയർ വ്യൂ മിറർ, വിഷ്വൽ കൺട്രോൾസ്, വിൻസ്ക്രീൻ, AC. വാക്ക് അറൌണ്ട് കഴിഞ്ഞു, കോക്പിറ്റിൽ കഴിഞ്ഞു. നമ്മൾ കൺട്രോൾസ് നോക്കി. നെക്സ്റ്റ് മൂവിംഗ് ഓഫ് ആണ്. അതിൽ പോം മെത്തേഡ് എന്ന് പറയും. P ഫോർ പ്രിപ്പറേഷൻ, O ഫോർ ഒബ്സർവേഷൻ, M ഫോർ മൂവ് ആണ്. പ്രിപ്പറേഷനിൽ CNS മെത്തേഡ് ആണ് പറയുന്നത്. C എന്ന് പറയുമ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി, N ഫോർ ന്യൂട്രൽ ആണ് വണ്ടി നോക്കുക, S സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നമ്മൾ ബൈറ്റിംഗ് പോയിന്റിൽ നമ്മൾ വണ്ടി കൊണ്ടുവരണം. ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്താലേ വണ്ടി ഒന്ന് ജേർക്ക് ആവും. അവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം.
നമ്മളെ കാർ ഹോൾഡ് ചെയ്ത് പിടിക്കണം. നെക്സ്റ്റ് ഒബ്സർവേഷൻ ആണ്. അതിൽ നമ്മൾ ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് മിറർ, ഫ്രണ്ട് ഗ്ലാസ്, റെയർ വ്യൂ മിറർ, റൈറ്റ് മിറർ, റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട് ഇട്ടിട്ട് റൈറ്റ് സിഗ്നൽ ഇടണം. നമ്മൾ റൈറ്റിലേക്കാണല്ലോ വണ്ടി എടുക്കുന്നത്, അപ്പോൾ റൈറ്റ് സിഗ്നൽ ഇട്ടിട്ട് റൈറ്റ് മിറർ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്യാം. നമ്മളൊരു ക്രോസ് റോഡ് ജംഗ്ഷൻ എത്താൻ പോവാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. അപ്പോൾ ഞാൻ ഈ ക്രോസ് റോഡ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് സിഗ്നലിൽ ഞാൻ സ്റ്റോപ്പിംഗ് ചെയ്യാണ്. അതിന് ഞാൻ MSM PSL എന്ന മെത്തേഡിലാണ് സ്റ്റോപ്പ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്മൾ മിറേഴ്സ് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് സെന്റർ മിറർ, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് മിറർ. ഞാൻ സിഗ്നൽ ലെഫ്റ്റിലേക്ക് സിഗ്നൽ ഇട്ടിട്ട് മിറേഴ്സ് ഒന്നും കൂടെ ചെക്ക് ചെയ്യാണ്. സെന്റർ മിറർ, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് മിറർ. ദെൻ ഞാൻ പൊസിഷൻ നോക്കി സ്ലോ ഡൗൺ ചെയ്യാണ്. ദെൻ ലുക്ക് ചെയ്തിട്ട് ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സ്റ്റോപ്പ് ചെയ്തു. ഇതിന് ഞാൻ സ്കാൻ മെത്തേഡിലാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാൻ മീൻസ് സേഫ്, കൺവീനിയൻറ്റ് ആൻഡ് ലീഗൽ പൊസിഷൻ. ഇവിടുന്ന് എനിക്ക് ലെഫ്റ്റിലേക്കാണ് ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി മിറേഴ്സ് ചെക്ക് ചെയ്യണം. സെൻറ്റർ മിറർ, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് മിറർ. ദെൻ ഞാൻ ലാഡ മെത്തേഡിൽ ഞാൻ വണ്ടി ടേൺ ചെയ്യാണ്. ലാഡ മീൻസ് ലുക്ക് ആസ് ഇസ് ഡിസൈഡ് ആക്ട് ആണ്. നമ്മൾ ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ആസസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ആക്ട് ചെയ്യണം. അതിലേക്ക് വണ്ടി തിരിക്കുകയാണ്. വണ്ടികളൊന്നും വരുന്നില്ല എന്ന് നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ടേൺ ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം ഒരു വാഹനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു രീതിയാണ് വാക്ക് അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വാക്ക് അറൗണ്ട് നമ്മൾ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തേ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കാം ഇതിൻ്റെ ബോണറ്റ് പൊസിഷൻ ചെക്ക് ചെയ്യും. ഫസ്റ്റ് അലൈൻമെന്റ് ചെക്ക് ചെയ്യും. അതിന് എന്ത് കാണാൻ പറ്റും, ഹെഡ്ലൈറ്റ് കണ്ടെന്ന് കാണാൻ പറ്റും, ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും, അതിൻ്റെ ബൾബോ കാര്യങ്ങളെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങൾ കാണിച്ചിട്ട് പ്രോപ്പറാണ് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് മാറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടയറിൻ്റെ രണ്ട് പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കൂടാതെ എഞ്ചിൻ ഓൺ ലീക്ക് ഉണ്ടോ, അതുപോലെ തന്നെ റേഡിയേറ്റർ കോളൻ ലീക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടോ നമുക്ക് നോക്കാൻ പറ്റും. അത് കൂടാതെ പെറ്റ്സ് ആൻഡ് ആനിമൽസ് ഇവിടെ ഇതിന് താഴെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെറ്റ്സ് ആനിമൽസ് പ്രധാനമായിട്ടും നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നീ പറഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ വാഹനത്തിലൂടെ ചേർന്ന് പതുക്കെ നടത്താം. ആ സാഹചര്യത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റും, ടയർ കാണാൻ പറ്റും. ടയറിൻ്റെ എയർ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ മിറർ വരും. മിറർ കറക്റ്റ് പ്രോപ്പറാണ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിലുപരി പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ഡോറിൻ്റെയും ഫ്രണ്ട് ഡോറിൻ്റെയും ഒരു ബാക്ക് ഡോറിൻ്റെയും കറക്റ്റ് അലൈൻമെൻ്റ് ആണോ, പില്ലർ കറക്റ്റ് അലൈൻമെൻ്റ് ആണോ നമ്മൾ പരിശോധിക്കണം. പിന്നെ നമുക്ക് എന്താ പറയുക, നേരെ പുറകിലോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇവിടെ പുറകിലേക്ക് ഡോറ് കറക്റ്റ് ക്ലോസ്. ഇപ്പോൾ നമ്മുടെ ഈ ടോപ്പ് പാസഞ്ചേഴ്സ് ഒക്കെ അങ്ങനെ കറക്റ്റായിട്ട് ഇല്ല, വന്നിട്ട് കയറുമ്പോൾ കറക്റ്റ് ഡോർ എന്തില്ല ക്ലോസ് ഇല്ല, നമ്മൾ കറക്റ്റ് പ്രോപ്പറാണോ നമ്മൾ പരിശോധിക്കണം. പിന്നെ നമ്മൾ ഫ്യൂൽ ലിഡ് വരുന്നത് അത് ആ ഡോറ് കറക്റ്റ് നമ്മൾ ക്ലോസ് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ടയറിൻ്റെ പ്രഷർ നമ്മൾ നോക്കണം. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ പുറകോട്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ഡിക്ക് നമ്മൾ ബൂട്ട് കാണാം. ബൂട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കറക്റ്റ് അലൈൻമെന്റ് ആണെന്ന് പ്രസ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും രണ്ട് ടൈലൈറ്റ് കാണാൻ പറ്റും. ടൈലൈറ്റിൽ തന്നെ എന്താ പറഞ്ഞാൽ റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ അതൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോപ്പറാണ് ചെക്ക് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എന്താ നമ്പർ പ്ലേറ്റ് നമ്മൾ പരിശോധിക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും മാറി നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫ്യൂൽ ലിഡ് വരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്യൂൽ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അതിലുപരി സൈലൻസറിന് അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പൊട്ടലോ കാര്യങ്ങളുണ്ടോ നമുക്ക് ചെയ്യാൻ അറിയാൻ പറ്റും. പെറ്റ്സ് ആൻഡ് ആനിമൽസ് നോക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്ക് ഇതിന് കൂടുതൽ പരിശോധിക്കും. പിന്നെ ഇത് റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളാണെങ്കിൽ ഡിഫറൻഷ്യൽ മെക്കാനിസം അവിടെ വരുന്നുണ്ട്, പുറകിൽ വരുന്നുണ്ട്. ആ പുറകിൽ വരുന്ന സമയത്ത് അവിടെ ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിർത്താം. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് റോഡ് സൈഡിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വാഹനം നിൽക്കുന്ന സമയത്ത് നമുക്ക് റൈറ്റിലേക്ക് പെട്ടെന്ന് ടേൺ ചെയ്ത് പോകാൻ പറ്റും. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, വാഹനങ്ങൾ വരും.
അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് വാഹനങ്ങൾ എന്ത് ചെയ്യാൻ വരാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. ഈ സൈഡിൽ നിന്നിട്ട് ടെന്നീസ് കോർട്ട് 1 എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് നോക്കുന്നത്. ടെന്നീസ് കോർട്ട് 1. അപ്പോൾ 1ൽ എന്താന്ന് പറഞ്ഞാൽ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വാഹനത്തിന്റെ സ്പീഡ് അതുപോലെ ഡിസ്റ്റൻസ് പൊസിഷൻ നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത് വാഹനത്തിനോട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നടക്കാനായിട്ട്. അപ്പോൾ ചേർന്ന് നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ടയറിന്റെ പ്രഷർ നമുക്ക് കാണാൻ പറ്റും, ടയർ പ്രഷർ കാണാൻ പറ്റും. പിന്നെ ഡോറ് ക്ലോസ്ഡ് ആണോ എന്ന് നമുക്ക് എന്ത് പറ്റും, നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഡോറിനോട് വരുന്ന സാഹചര്യത്തിൽ ഫ്രണ്ട്, അതായത് നമുക്ക് ഡോർ ഹാൻഡിൽ ഹാൻഡിൽ പിടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം അവിടെ ഫ്രണ്ടിലെ ടയർ പ്രഷർ നോക്കണം, മഡ് ഫ്ലാപ്പ് നോക്കണം, മിററിന്റെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മളിവിടെ ടെന്നീസ് കോർട്ട് 2 എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ നോക്കും. അപ്പൊ ഇങ്ങനെ നോക്കാം ലെഫ്റ്റ് അതുപോലെ റൈറ്റ് അതുപോലെ ലെഫ്റ്റ് നോക്കി വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആവശ്യത്തിന് മാത്രം ഡോർ തുറന്ന് വാഹനത്തിന്റെ അകത്തോട്ട് പ്രവേശിക്കും. ഓക്കെ, പ്രവേശിച്ച് ഡോർ ക്ലോസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ നമ്മള് വാക്ക് അറൗണ്ട് കഴിഞ്ഞു. വാക്ക് അറൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇനി അടുത്തത് എന്താന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു കാറിനകത്ത് പ്രവേശിച്ച് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കോക്പിറ്ററിൽ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നത്. അതിൽ DWS എന്ന് പറയുന്ന MS എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിലെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറാണ്. 4 ഡോറ് ക്ലോസ്ഡ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. 4 ഡോർ ക്ലോസ് നമുക്ക് ഇവിടെ ടോപ്പിൽ ലൈറ്റ് ഉണ്ട്. അഥവാ ഏതെങ്കിലും നമ്മൾ കോ പാസഞ്ചേഴ്സ് കറക്റ്റ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലൈറ്റ് എന്തെങ്കിലും ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. പിന്നെ അത് കൂടാതെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ സീറ്റാണ് അഡ്ജസ്റ്റ് വരുന്നത്. ഇപ്പോൾ സീറ്റിൽ 3 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ബേസ് വരുന്നുണ്ട്, ഒരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഹെഡ് റെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ബേസ് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം റൈറ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് താഴത്തെ റോഡിൽ നമുക്ക് പ്രസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ കാലിന്റെ ആംഗിൾ ഒരു 120 ഡിഗ്രി ആംഗിൾ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ. നമുക്ക് പൊസിഷൻ കറക്റ്റ് ആവണം, അല്ലെങ്കിൽ റൈഡിംഗ് കംഫർട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കൈ ഇങ്ങനെ പിടിച്ചു, ക്ലച്ച് ഫുൾ പ്രസ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബേസ് നമുക്ക് എന്ത് ചെയ്തു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ബേസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ ആംഗിൾ കൂടെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മളെ ബേസ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞാൽ ബാക്ക് റെസ്റ്റ് ആണ്. ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ ഇവിടെ റിക്ലൈനർ ഉണ്ട്. ആ റിക്ലൈനർ നമുക്ക് ഇങ്ങനെ അതിനോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ സീറ്റ് ഇങ്ങനെ ബെൻഡ് ആവാൻ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ആ സാഹചര്യത്തിൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വീൽ എന്ത് ചെയ്യുക, ഹാങ് ചെയ്ത് വയ്ക്കുക. നമ്മൾ റിസ്റ്റ് സ്റ്റിയറിംഗ് വീലിന്റെ ടോപ്പിൽ എന്ത് ചെയ്യുക, കയറത്തക്ക രീതിയിൽ വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞു. അപ്പോൾ ടിൽട്ടൺ ടെലിസ്കോപ്പിക് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ആണെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗും കൂടെ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ന് പറഞ്ഞാൽ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഹെഡ് റെസ്ട്രെയിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ചെവിയുടെ മധ്യഭാഗത്ത് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഹെഡ് റെസ്ട്രെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, D കഴിഞ്ഞു, WS കഴിഞ്ഞു. ഇനി M ആണ്. M വരുന്ന സാഹചര്യത്തിൽ മിറർ ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലെ മിററിൽ 15% നമുക്ക് വാഹനത്തിന്റെ ബോഡിയും, അതായത് പുറകിലത്തെ ഡോർ ഉൾപ്പെടെ കാണത്തക്ക രീതിയിലുള്ള ബോഡിയും, ബാക്കി 85% താഴെ ഗ്രൗണ്ടും റിമൈനിങ് സറൗണ്ടിങ്സും കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും കാണുന്ന രീതിയിലാണ് റൈറ്റ് സൈഡും ചെയ്യേണ്ടത്. അത് കൂടാതെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ, അതായത് ഈ പറയുന്ന പോലെ 15% ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ചെയ്ത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും വേണം. അതായത് ലെഫ്റ്റ് സൈഡിൽ 85% നമുക്ക് എന്ത് കാണണം, നമുക്ക് റോഡും കാണണം. പകുതി 50% റോഡും ആയി, ബാക്കി 50% നമുക്ക് എന്ത് കാണണം, നമുക്ക് ആകാശം കാണത്തക്ക രീതിയിലാണ് ചെയ്യാൻ. 15% ബോഡിയും കാണുന്ന രീതിയിലാണ് ലെഫ്റ്റ് സൈഡിലും ചെയ്യേണ്ടത്. രണ്ട് റൈറ്റും ലെഫ്റ്റും ഗ്ലാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ടൈപ്പ് ഗ്ലാസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെ സെന്റർ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ടൈപ്പ് മിറേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതിലൊരിക്കലും നമ്മൾ ഫിംഗർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മിറേഴ്സിലൊന്നും തൊടാൻ കഴിപ്പാടില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് ബാക്കിലത്തെ 4 പില്ലർ, അതായത് പുറകിലത്തെ നമുക്ക് എന്താ പറയാ പില്ലർ എല്ലാം കാണുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ റിയർ വ്യൂ മിറേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ലെഫ്റ്റ് ഹാൻഡോടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ D കഴിഞ്ഞു, WS കഴിഞ്ഞു, M കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ആണ്. അപ്പൊ സീറ്റ് ബെൽറ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ആദ്യം നമുക്ക് എന്ത് പറഞ്ഞാൽ ഈ ക്ലിപ്പിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിങ്ങനെ കറക്റ്റ് വർക്കിംഗ് ആണ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് കറക്റ്റ് വർക്കിംഗ് ആണ്. അതിനുശേഷം നമുക്ക് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡോടെ ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട് ഒന്ന് നമ്മൾ നോക്കി നമ്മൾക്ക് എന്ത് ചെയ്യാം, പതുക്കെ ഈ സീറ്റ് ബെൽറ്റിന്റെ ക്ലിപ്പിൽ അത് ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു, നമ്മൾ കോക്പിറ്ററിൽ
നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ കൺട്രോൾസിനെ കുറിച്ച് പഠിക്കേണ്ടത്. കൺട്രോൾസ് പറഞ്ഞാൽ 3 രീതിയിലുള്ള കൺട്രോൾസ് ആണ് വരുന്നത്. ഒന്ന് ഹാൻഡ് കൺട്രോൾ, ഒന്ന് ഫുഡ് കൺട്രോൾ, ഒന്ന് അതർ കൺട്രോൾസ്. ഓക്കെ, അപ്പൊ ഫുഡ് കൺട്രോൾസ് വരുന്നതെന്ന് പറഞ്ഞാൽ ABC എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് വരുന്നത്. A ഫോർ ആക്സിലറേറ്റർ, B ഫോർ ബ്രേക്ക്, C ഫോർ ക്ലച്ച്. അപ്പൊ നമ്മൾ റൈറ്റ് ലെഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബ്രേക്ക് ഈ കാലിൽ ബ്രേക്കിന്റെ കാലിൽ ഉപ്പിറ്റി നേരത്തെ ഊന്നി പാദം കൊണ്ട് ബ്രേക്ക് ഇങ്ങനെ പതുക്കെ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഈ ആക്ഷൻ തന്നെ പിവട്ട് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലേറ്റർ കൊടുക്കണം. ഈ ഒരു രീതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വാഹനത്തിൽ ഉപയോഗിക്കേണ്ട ഒരു രീതി, പിവട്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലേക്ക് എപ്പോഴും എന്ത് ചെയ്യണം, ക്ലച്ചിൽ തന്നെ ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യണം വരുന്നത്. അപ്പൊ ഫുഡ് കൺട്രോൾസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഹാൻഡ് കൺട്രോൾസ് ആണ്. അപ്പൊ ഹാൻഡ് കൺട്രോൾസിൽ വരുന്നത് ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇനി ഈ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് പിടിക്കേണ്ടത് പറഞ്ഞാൽ 9-3 പറയുന്ന ആംഗിളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റിയറിംഗ് വീൽ പിടിക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗിയർ ലിവർ ആണ്. അപ്പോൾ നമ്മുടെ 5 സ്പീഡ് വെഹിക്കിൾ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, 5 ഫോർവേഡ് ഗിയറുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. അതായത് തമ്പ് ഡൗൺ, അതായത് ഫസ്റ്റും സെക്കൻഡും ഉപയോഗിക്കണം. തമ്പ് ഡൗൺ എന്ന് പറയുന്ന മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കേണ്ടത്, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് തേർഡും ഫോർത്തും നമുക്ക് പാം മെത്തേഡ്, ന്യൂട്രൽ, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഇനി ഫിഫ്ത്തും അതുപോലെ റിവേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, തമ്പ് അപ്പ് നമ്മൾ എന്ത് ചെയ്തതാ പതുക്കെ ന്യൂട്രലാക്കി എന്റെ കൊണ്ടുവന്നു മുന്നോട്ടാക്കി. ഇത് ഫിഫ്ത്ത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് റിവേഴ്സ്. ഓക്കെ, അപ്പോഴും നമ്മൾ തമ്പ് എന്താണ് മേലോട്ടാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്താണ് ഗിയർ ലിവറിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് മറ്റേ പേരാണ് പാർക്കിംഗ് ബ്രേക്ക് വരുന്നത്. ഇത് നമുക്ക് ഇതിപ്പോ അപ്ലൈ ചെയ്ത പൊസിഷനാണ്. നമുക്കൊന്ന് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തതിനു ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം. ഇതാണ് ഇങ്ങനെ ഒരു 3 അല്ലെങ്കിൽ ഒരു 6-8 ടീത്തുകൾ ഇങ്ങനെ വർക്ക്, ആ ഒരു സൗണ്ട് നമുക്ക് എന്തെങ്കിലും കേൾക്കണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് വർക്കിംഗ് ആണ്. ഇത് നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യാം നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ലിവർ അല്പം ലിഫ്റ്റ് ചെയ്യാം, പ്രസ് ചെയ്യാം, താത്താം. ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് എന്നെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് നോക്കാം. ഇവിടെ മേലോട്ടാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, താഴോട്ടാക്കിയ റൈറ്റ് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ നമ്മളെ വൈപ്പർ നമുക്ക് കാണാൻ പറ്റും. വൈപ്പർ നമുക്ക് മേലോട്ട് താഴോട്ടാക്കി കഴിഞ്ഞാൽ വൈപ്പർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഹോൺ വരുന്നുണ്ട്. ഓക്കെ, ഹോൺ നെക്സ്റ്റ് വരുന്നുണ്ട്. ഇതാണ് ഹോൺ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താ വേറെ പറഞ്ഞാൽ ഇവിടെ ഇഗ്നിഷൻ സ്വിച്ച് വരുന്നുണ്ട്. അതും ഹാൻഡ് കൺട്രോൾസിൽ നമുക്ക് എന്താണ് വരുന്നതാണ്. ഓക്കെ, ഇഗ്നിഷൻ സ്വിച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അതർ കൺട്രോൾസ് വരുന്നതാണ്. അതർ കൺട്രോൾസ് വരുന്ന നമുക്ക് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരുന്നുണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എ സി എന്ന് വരുന്നുണ്ട്. അതും നമ്മുടെ അതർ കൺട്രോൾസ് വരുന്നതാണ്. അതുപോലെ റൈറ്റും ലെഫ്റ്റും അതുപോലെ റിയർ വ്യൂ മിറേഴ്സ് എല്ലാം നമ്മുടെ അതർ കൺട്രോൾസിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിൻസ്ക്രീൻ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വരുന്നതാണ്, നമുക്ക് അതർ കൺട്രോൾസിനകത്ത് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് നമുക്ക് മൂവിങ് ഓഫ് എന്നുള്ള ഒരു മെത്തേഡാണ് നമുക്ക് എന്ത് പഠിക്കേണ്ടത്. മൂവിങ് ഓഫിൽ ആദ്യം നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെത്തേഡ്, പോം മെത്തേഡ്, അതായത് പ്രിപ്പറേഷൻ, ഒബ്സർവേഷൻ ആൻഡ് മൂവ്. അതില് പോം മെത്തേഡില് പ്രിപ്പറേഷൻ നമുക്ക് വരുന്നത് CNSFB എന്ന് പറയുന്ന മെത്തേഡാണ് നമുക്ക് എന്ത് നോക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്ലച്ച് പ്രസ് ചെയ്യാം, ന്യൂട്രൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ടായി. അതിനുശേഷം നമുക്ക് FB എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് ബൈറ്റിംഗ് പോയിന്റിൽ എന്ത് ചെയ്യണം, പതുക്കെ വാഹനം എത്തണം. ബൈറ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആ സാഹചര്യം നമുക്ക് നോക്കണം, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് നോക്കണം, ലെഫ്റ്റ് മിറർ നോക്കണം, ഫ്രണ്ട് നോക്കണം, അതുപോലെ റിയർ വ്യൂ മിറർ നോക്കണം, അതുപോലെ റൈറ്റ് സൈഡ് മിറർ നോക്കണം, അതുപോലെ റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട് നോക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റർ ചൂസ് ചെയ്യണം. വീണ്ടും നമ്മൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡ് മിറർ നോക്കി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് ബ്രേക്ക് പതുക്കെ റിലീസ് ചെയ്യാം, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യാം, ആക്സിലറേറ്റർ കൊടുക്കാം, പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാഹനം മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 20 സ്പീഡ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഗിയർ ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ്, നമുക്ക് അതില് പാം മെത്തേഡിൽ നമുക്ക് തേർഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം 40 സ്പീഡ് ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പാം മെത്തേഡിൽ തന്നെ ഫോർത്ത് ഗിയർ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താന്ന് പറഞ്ഞാല്
വാഹനം സ്റ്റോപ്പിംഗ് ഓഫ് ആണ് വരുന്നത്. ആ സ്റ്റോപ്പിംഗ് ഓഫിൽ നമുക്ക് ഈ MSM PSL എന്ന് പറയുന്ന മെത്തേഡാണ് നമുക്ക് എന്ത് ചെയ്യണം നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞാല് സെന്റർ മിറർ നോക്കണം, ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം, ലെഫ്റ്റ് സൈഡ് ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് നോക്കണം. അതിനുശേഷം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് എന്ത് ചെയ്യണം ചൂസ് ചെയ്യണം. അതിനുശേഷം ഒന്നുകൂടെ സെന്റർ മിറർ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമ്മൾ പുറകിൽ വരുന്ന വാഹനം ഇങ്ങനെ റിയാക്ട് ചെയ്യും നമ്മൾ എന്ത് ചെയ്യണം സെന്റർ മിററിലൂടെ നോക്കണം, ലെഫ്റ്റ് സൈഡ് മിററിലൂടെ നോക്കണം. മറ്റു ആളുകളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് പൊസിഷൻ ചെയ്യണം. പൊസിഷൻ ചെയ്ത് വാഹനം എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് സ്ലോ ചെയ്തതിനു ശേഷം ലുക്ക് നോക്കി പതുക്കെ വാഹനം എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ചേർത്ത്, അതായത് സ്കാൾപ്പ് മെത്തേഡിൽ നമുക്ക് പതുക്കെ വാഹനം നിർത്തണം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മൾ ഇപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറേ പഠിച്ചു വന്നു. എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, എഞ്ചിൻ എന്തെല്ലാം നടക്കുന്നത് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ ഫ്രിക്ഷൻ എന്താണെന്നാണ്. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വസ്തുക്കൾക്കിൽ അനുഭവപ്പെടുന്ന ഒരു ഘർഷണ ബലമാണ്. ഇതിനാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കൈയിങ്ങനെ വരക്കുമ്പോൾ ഇവിടെ പിന്നെ ഒരു ചൂടുണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ കൈ വളരെ ഫ്രീ ആയിട്ട് വരക്കുന്നതാണെങ്കിൽ അവിടെ പിന്നെ ചൂട് വരും. അപ്പൊ നമ്മളവിടെ കുറച്ച് ഓയിലിട്ട് അത് കുറച്ച് സ്മൂത്ത് ആവും. അപ്പൊ അങ്ങനെ ഫ്രിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായത്. ഇനി ഫ്രിക്ഷൻ ഇല്ലാണ്ടാക്കാൻ നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്ത ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ പണ്ട് സൈക്കിൾ ഓടിക്കുമ്പോൾ അതിന് നമ്മൾ ഓയിലിട്ട് പോയിട്ടുണ്ടാവും. ചെയിനും ബോൾ ബെയറിംഗ് എടുക്കാം, അതിന് ഇട്ടുകൊടുക്കുന്നത് അറിയാമോ? അതായത് ഈ ബോൾ ബെയറിംഗ് എടുക്കില്ല. ബോൾ ബെയറിംഗ് എന്ന് വെച്ചാൽ ഈ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ബെയറിംഗ്. അപ്പോൾ ബോൾ ബെയറിംഗ് എന്ത് ചെയ്യും? കാലക്രമേണ പുൽപൊടി. അപ്പോൾ ആ ഫ്രിക്ഷൻ വീണ്ടും കൂടും. അത് ഇല്ലാണ്ടാക്കാനും അത് കുറച്ച് സ്മൂത്ത് ആക്കാനും വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് ഓയിൽ വരും. അതേപോലെ തന്നെ തുല്ലുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ മെഷീൻ്റെ ഇടയിലൊക്കെ ഓയിൽ ഇട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറേ ചലിക്കുന്ന വസ്തുക്കളിൽ ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവും. അത് കുറക്കാൻ വേണ്ടി തന്നെ അവർ ഈ ഓയിൽ ഇട്ടു. മനസ്സിലായി? അപ്പോൾ അതായത് ഇതിന്റെ ലൂബ്രിക്കേഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ചലിക്കുന്ന വസ്തുക്കൾക്കിടയിലെ ഘർഷണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന സംഭവമാണ് ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എഞ്ചിനുള്ളിലെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ, പോസ്. അപ്പോൾ ഇതൊരു എഞ്ചിന്റെ ചെറിയൊരു ഡെമോ വരച്ചാണ്. ഇതാണ് നമ്മളെ എഞ്ചിൻ. ഇത് ഫുള്ളായിട്ട് എഞ്ചിൻ വരുന്നത്. ഇത് പിസ്റ്റണാണ്. ഇത് പിസ്റ്റന്റെ കണക്റ്റിംഗ് റോഡ്. ഇത് നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പൊ ഈ ഇതെന്താ ചെയ്യുന്നത്? ഇത് മേലോട്ട് താഴോട്ട് ചലിച്ചു കൊടുക്കും. അപ്പൊ ചലിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഘർഷണമുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ഓയിൽ വേണം. അതുപോലെ തന്നെ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇങ്ങനെ തിരിഞ്ഞോടുന്ന സാധനമാണ്. അപ്പൊ ഇതിലൊന്നും ഇങ്ങനെ തിരിഞ്ഞ സാധനങ്ങൾ ഓയിൽ വേണം. പിന്നെ അതുപോലെ കുറെ ചലിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഓയിൽ വേണം. അപ്പൊ ആ ഓയിൽ എന്താ ചെയ്യാ? ഇവിടെ താഴെ ഉണ്ടാവും. അപ്പൊ ഇത് പിന്നെ പലയിടത്തും എത്തിക്കണം. അപ്പൊ ഈ ഓയിലാണ് നമ്മുടെ വണ്ടിന്റെ ഉള്ളിലെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് 5 ടൈപ്പിലുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റങ്ങളെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതിനാദ്യം പെട്രോൾ ഓയിലിനെ പറ്റി പറയാം. പെട്രോൾ ഓയിൽ വെച്ചാൽ 2 സ്ട്രോക്ക് വണ്ടിയില്ല. നമ്മളെ പണ്ടത്തെ യമഹേന്റെയോ പിന്നെ RX 100 അങ്ങനത്തെ വണ്ടിയില്ല. ഇത് ചില ഇപ്പോ ഓട്ടോറിക്ഷ അങ്ങനത്തെയുള്ള നമുക്കൊക്കെ. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചാൽ പെട്രോൾ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ മറ്റേ പെട്രോളും ഓയിലും വരുന്നുണ്ട്. അപ്പോ ഇതിന് മിക്സ് ആക്കിയ ഓയിൽ പെട്രോൾ ഓയിൽ ഇതിനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഓയിൽ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഓയിൽ പോയി കട്ടിപ്പിടിക്കും. ബാക്കി പെട്രോള് കത്തിയിട്ട് പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് എന്ത് കാണുന്നത്? കുറച്ച് പുക കുറച്ച് കൂടുതലാണ്. ഈ പെട്രോളിന്റെ ഒപ്പം എന്ത് ചെയ്യും? ഈ ഓയിൽ കൂടി കുറച്ച് കത്തും. അങ്ങനെയാണ് പുക അധികം വരുന്നത്. അപ്പൊ ഈ വണ്ടിക്ക് മലിനീകരണം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പൊ നിരോധിക്കുന്നത്. അതിപ്പോ നിലവിലുള്ളത് കുറച്ച് ഓടുന്നുണ്ട്, പക്ഷെ പുതിയ ഇറക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല്
ഇതിനെല്ലടിക്കും ഓലെത്തൂല. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഓയില് പിന്നെ കുറച്ച് സ്ഥലത്ത് മാത്രമേ എത്തുള്ളൂ. കുറെ സ്ഥലത്ത് എത്താണ്ട് സംഭവിക്കും, വണ്ടിക്ക് സംഭവിക്കും, ഡാമേജ് കുറച്ച് വരും. അതായത് ഇനി മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തതാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. സ്പ്ലാഷ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ക്രാങ്ക് ഷാഫ്റ്റ് എന്നല്ലേ, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടുള്ള ലിവർ ഉണ്ട്, അതിന് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ഇതിന്റെ എന്ത് ചെയ്യും, ഒരു ചെറിയ സ്പൂൺ പോലെ സാധനം കൊടുക്കും. അപ്പൊ ഇത് തിരിയുന്നതിനപ്പുറം ചെയ്യും, ഇത് തിരിയുന്നതിനപ്പുറല്ല, ഇതിങ്ങനെ തിരിയുമ്പോൾ മേലോട്ട് താഴോട്ടാവും. ഈ ലീവർ ലീവറാണ്, ഇത് മേലോട്ട് താഴോട്ടാവും. അപ്പൊ ഇതെന്ത് ചെയ്യും, ഒന്ന് താങ്ങുമ്പോൾ ഈ ഓയിൽ പോരും, ഇത് മേലോട്ട് പോകുമ്പോൾ ഈ ഓയിൽ മേലോട്ടേക്ക് എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ വാട്ടറിൽ നിന്ന് വീടുന്ന ഒരിക്കലോ ഓലെത്തും. അപ്പോ ഇതിന് ഈ പറഞ്ഞ സിസ്റ്റത്തിനാണ് പറയാ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഓരോ എന്നിട്ട് മേലോട്ട് തീർത്തിപ്പം. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവരുടെ കളിക്കലോ എത്തി. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന കുറച്ച് ചെറിയ വണ്ടികളുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ ബൈക്ക് അങ്ങനത്തെ ഉണ്ടല്ലോ, ബൈക്കുകളിലെല്ലാം വരുന്നത് ഇതുപോലത്തെ ഈ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് പ്രഷർ ലൂബ്രിക്കേഷൻ. ഇത് എഞ്ചിന്റെ ഇങ്ങനെ എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ട് ഈ അടിയിൽ നിൽക്കുന്ന ഓയിലില്ല ഈ പ്രഷറിൽ എന്തെയും വാഹനങ്ങളുടെ മുകൾ ഭാഗത്തല്ലോ, ഇതിപ്പോ ഇവിടെ വരെ ഓയിൽ എത്തുള്ളൂ മറ്റേ സ്മാഷില്. പിന്നെ ഇതിപ്പോ ഇങ്ങനെ പോയിട്ട് ഇവിടം വരെ എത്തണം. പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയല്ലോ വണ്ടി. അപ്പോൾ എന്ത് ചെയ്യും, മേലെ കുറെ ഇവിടെ മാത്രമല്ലാണ്ട് പിന്നെ ഇതിന്റെ കുറച്ച് മുകളിലോട്ടും പിന്നെ എഞ്ചിൻ ഹാൻഡിൽ എന്നിട്ട് കുറച്ചും കൂടി സിസ്റ്റങ്ങൾ വന്ന് ഇൻടേക്ക് വാൾവ്, എക്സോസ്റ്റ് വാൾവ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മറ്റേ എഞ്ചിന്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിന് എന്ത് വേണം, ഈ ഓയിൽ വേണം. അപ്പോൾ ഇവിടുന്ന് പ്രഷർ കൊടുത്താൽ മാത്രമേ ഈ ഓയിൽ നമുക്ക് മേലെ എത്തുന്നത്. അപ്പോൾ ഈ മേലെ എത്തുന്ന ഓയിലാണ് വീണ്ടും എന്ത് ചെയ്യും, ഒലിച്ച് വീണ്ടും താഴേക്ക്, വീണ്ടും എന്ത് ചെയ്യും, പ്രഷർ കൊടുക്കുമ്പോൾ വീണ്ടും മേലോട്ടും വീണ്ടും താഴെ. അപ്പോൾ ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ല കുറച്ച് കൂടിയ ബൈക്ക്, പിന്നെ അതിനെക്കാട്ടും നേരത്തെ വരുന്ന കാറ്, അങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് ഈ പറഞ്ഞ പ്രഷർ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ. അതായത് കമ്പൈൻഡ് പറയുമ്പോൾ ഈ സ്പ്ലാഷും പ്രഷറും, സ്പ്ലാഷ് ലൂബ്രിക്കേഷനും പ്രഷർ ലൂബ്രിക്കേഷനും മിക്സ് ആയിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുക. ഇതിലെന്താ, ഈ പറഞ്ഞ സ്കൂപ്പ് ഉണ്ടാവും, ഇവിടുന്ന് കോരന്റെ സാധനം ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പ്രഷർ ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും നല്ല വൃത്തിക്ക് ഓയിൽ. ഈ കമ്പൈൻഡിന് ഇത് രണ്ടും ഒപ്പം ഉണ്ടെന്ന് ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ. ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ വെച്ചാല് നമ്മളെ സ്പോർട്സ് വാഹനങ്ങളാണ്, സ്പോർട്സ് വാഹനങ്ങളിലാണ് ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതായത് വണ്ടി സ്പോർട്സ് വണ്ടി ആകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെരിയും, പിന്നെ സ്പീഡ് കൂടുമ്പോൾ കറക്റ്റ് ഈ ഓയിൽ സമ്പില് നിൽക്കൂല, ഓയിൽ മൊത്തം ഒരു സൈഡിലാക്കി നിൽക്കുക, വണ്ടി ചെയ്യുമ്പോൾ ഈ ഓയിൽ കറക്റ്റ് നിൽക്കൂല. അപ്പോൾ ഇതിനെ ചെയ്യും, ഒരു സെപ്പറേറ്റ് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടാവും, ഈ ഓയിൽ ശേഖരിച്ച് വെക്കേണ്ട ഒരു ടാങ്ക് ഉണ്ടാവും. ഇതിൽ ഓയിൽ വരുന്ന അപ്പാടപ്പാട് എന്ത് ചെയ്യും, ഈ പമ്പ് എന്ത് ചെയ്യും, മേലോട്ടേക്ക് കൊണ്ട് ഈ ഒരു പമ്പിലാണ് സ്റ്റോർ ചെയ്തെടുക്കുക. അപ്പൊ ഈ പിന്നെ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷനിൽ സാധാരണ ഇവിടുത്തെ ഒരു പ്രഷർ പമ്പ് കൂടാണ്ട് ഒരു സെപ്പറേറ്റ് ഒരു പമ്പ് ഉണ്ട്, അതിന് സ്കാവെഞ്ചിങ് പമ്പ് എന്ന് പറയും. സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കുന്നത് ഈ ഡ്രൈ സമ്പ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കൂ. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈ സമ്പിന് ഓർക്കേണ്ടത് ഒരു എക്സ്ട്രാ ടാങ്ക്, ഒരു ഓയിൽ ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും, ഈ ഓയിൽ ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ അത് വീണ്ടും ഒലിച്ച് താഴെ വരുമ്പോൾ വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 വിധത്തിലുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റം വാഹനങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ടൈപ്പിലുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിച്ചു. ഇനി ഈ ലൂബ്രിക്കേഷൻ പോലുള്ള അഡ്വാൻസ് അതാണ് ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ
ഇത്രയും അഡ്വാൻസ് ആണ് ഈ ലൂബ്രിക്കേഷൻ കൊണ്ടുള്ളത്. ഒന്നാമത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ കുറേ മൂവിങ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനിടയിൽ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ സഹായിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡാമേജ്, ഇതിപ്പോൾ കുറേ പറഞ്ഞില്ലേ, പിന്നെ 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞില്ലേ, 2 സ്ട്രോക്കിൽ എല്ലായിടത്തും നമുക്ക് ഈ ഓയിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വണ്ടി കയറുന്നത് പണി വരുന്നുണ്ട്, മെയിൻ്റെനൻസ് കൂടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ലൂബ്രിക്കേഷൻ അഡ്വാൻസ് ആകുന്നതിന് എന്തായി എല്ലായിടത്തും ഓയിൽ എത്തണമെങ്കിൽ അപ്പോൾ മെയിൻ്റെനൻസ് കുറേ കുറയും. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, പ്രോപ്പറായിട്ട് എന്തായിരിക്കും ഓയിൽ എത്തുന്നതിന് ഡാമേജ് കുറയും. ഓക്കെ. ഇനി അടുത്ത് വന്ന് ഓക്കെ ഓക്കെ ഇനി അടുത്ത് വന്ന് ഡിക്രീസ് ഹീറ്റ്. അതായത് നമ്മൾ ഈ വീടുന്നാണ് എന്ത് ചെയ്യുക, പവർ സ്റ്റോക്ക്, അതായത് എഞ്ചിൻ ഓയിൽ ഫ്യൂൽ കത്തുന്നത്. അപ്പോൾ കത്തുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് ഈ ഭാഗത്തല്ലേ ഹീറ്റ് ഉണ്ടാകുന്നത്, അപ്പോൾ ഈ ഭാഗത്ത് ഹീറ്റ് ഒന്നുമില്ല. അപ്പോൾ വീടിനെ കൊടുക്കുന്ന ഓയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഓയിൽ ഹീറ്റ് വരുമ്പോഴത്തേക്കും ഈ എഞ്ചിനിലേക്ക്, എഞ്ചിൻ്റെ ബോഡിക്ക് എഞ്ചിനാണ് നല്ല ചൂടുണ്ടാവില്ലേ, ഈ ഓയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഭാഗത്തെ ഹീറ്റ് കുറേ ഈ ഓയിൽ അബ്സോർവ് ചെയ്യും. അങ്ങനെ ഹീറ്റ് കുറക്കാൻ കൂടി ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഓക്കെ, അടുത്താണ് ക്ലീനിങ്. ഈ ഇതിന് പിന്നെ ഫ്യൂൽ കത്തുമ്പോൾ ഈ പിസ്റ്റൺ അങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ചെറിയ മെറ്റൽ പാർട്ടിക്കും കാര്യങ്ങളെല്ലാം ചെറിയ ഡാമേജ് ചെറുതായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഒരു ചെറിയൊരു തൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഓയിൽ ഇങ്ങനെ പോയി വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെ എടുത്തിട്ട് കായ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഇന്ന് ക്ലീൻ ആയില്ലേ, ക്ലീൻ ആയിട്ട് ഇങ്ങനെ കായ്ക്കാൻ വെച്ചില്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഓയിൽ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ തൈ പോലത്തെ ചെറിയ മെറ്റലിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഓയിൽ കുറേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്ത് ചെയ്യും, ആർത്തെ കച്ചറയും ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യും, ആ ഓയിൽ കറുത്ത് വരും. അപ്പോൾ ഗോൾഡൻ കളർ ഓയിൽ വെച്ചാൽ പിന്നെ എടുക്കുമ്പോൾ കരി പോലെയല്ലേ വരുന്നത്, കറുത്ത പോലെ. അങ്ങനെയാണ് ഓയിൽ കറുത്തത്. അടുത്തതാണ് ഒരു സീലായിട്ട് സഹായിക്കുന്നത്. ഇത് പിസ്റ്റൺ പറഞ്ഞേ, ഈ സാധനം മേലോട്ട് താഴോട്ടാവില്ല. അപ്പോൾ ഇത് താഴോട്ടേക്ക് വരുന്ന പ്രഷർ കൊണ്ടാണ് നമ്മൾ ഈ ക്യാം ഷാഫ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഫ്യൂൽ കത്തുമ്പോൾ ലീക്ക് ഉണ്ടായിരുന്നു. ഈ ലീക്ക് കൂട്ട ഫ്യൂൽ താഴേക്ക് അപ്പോൾ ഇതിൻ്റെ എയർ താഴോട്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രഷർ കിട്ടില്ല. അപ്പോൾ ഈ ഓയിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നതിൻ്റെ എന്ത് ചെയ്യും, അതിലൂട്ടേക്ക് പോകുന്ന എയർ ഉണ്ടല്ലോ അത് കുറയല്ലോ. അപ്പോൾ അവർ പിന്നെ സീല് പോലെയും ഇവിടെ ആക്ട് ചെയ്തു. ഇനി അടുത്തതാണ് വൈബ്രേഷൻ. ഇങ്ങനെ നല്ല കറക്റ്റ് നല്ല എന്താ പറയുക, ഫ്രഷായിട്ട് ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വണ്ടി നല്ല കറക്റ്റ് വർക്കിംഗ് ആയിരിക്കും, വൈബ്രേഷൻ കാര്യങ്ങൾ കുറവായിരിക്കും. ആ വണ്ടിയിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓയിൽ കുറേ ലീക്കായിട്ടും ഓയിൽ കുറേ കത്തിയിട്ടും പിന്നെ അതിൻ്റെ തിക്നെസ്സിനും കൂടിയിട്ട് ഓയിലിൻ്റെ ഒരു ഇത് കുറയല്ലോ. അപ്പോൾ ആ വണ്ടിക്ക് എന്തുണ്ടാവും, വൈബ്രേഷനെ കുറിച്ച്. അങ്ങനെ വൈബ്രേഷൻ ഇല്ലാണ്ടാക്കാനും ഈ ഓയിൽ സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യും, നല്ല പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് ഓയിലിനെ കറക്റ്റ് വെച്ച് കൊണ്ടുപോകുന്നുണ്ടോ ആ വണ്ടിക്ക് നല്ല വണ്ടിക്ക് എത്രയാണ് അതിൻ്റെ കരുത്തുള്ളത് അത് നമുക്ക് കറക്റ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ വണ്ടിക്ക് ലൈഫ് ടൈം എന്ത് ചെയ്യും, കൂടും. ഇപ്പോൾ ഓയിലൊന്നും കറക്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറേ ഡാമേജും കാര്യങ്ങളും വണ്ടി വേഗം തന്നെ അതിൻ്റെ ലൈഫ് കുറയും. ഓയിൽ കറക്റ്റ് ഒഴിക്കുന്നതാണെങ്കിൽ ലൈഫ് കൂടും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ അഡ്വാൻറ്റേജിൽ പറയുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓയിൽ മേലെ എത്തിക്കുന്ന പമ്പിനെ കുറിച്ചാണ് പറയുന്നത്. പമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ട് ഓയിൽ മേലെ എത്തിക്കുന്നതല്ലേ, മേലെ എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു ഓയിൽ ഗ്യാലറി എന്നൊരു സംഭവമുണ്ട്. ഇത് ലാബിൽ പോയിട്ട് നമ്മൾ കാണിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കൊടുക്കുന്ന പ്രഷർ എന്ത് ചെയ്യും, അത് ഇത് എഞ്ചിനാണെങ്കിൽ എഞ്ചിന് തടിക്കുണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ എന്ന് പറഞ്ഞിട്ട് ഈ ഓയിലിൻ്റെ ലൈനിങ് ഇങ്ങനെ പോലെ അതിനാണ് ഓയിൽ ഗ്യാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ചില സ്ഥലത്തിൻ്റെ ഓയിൽ പോലെ സ്ഥലം ഉണ്ടാവും, ആർക്കെല്ലാം ഓയിൽ കൊടുക്കും. അങ്ങനെ എല്ലാടിക്കും ഓയിൽ എത്തുന്നുണ്ട്. അതുപോലെ ഇത് ഇറങ്ങുന്ന സാധനമായ കൂടി തന്നെ ഇതിൻ്റെ ഇടയിലോട്ട് അടക്കം ചെയ്യുന്നുണ്ട് ഓയിൽ പോയിട്ട് ഈ പിസ്റ്റന്റെ സ്കൂപ്പാകുന്നത് അടിക്കണം. ഈ പിന്നെ പ്രഷർ പമ്പാകുന്നത് ഈ പ്രഷറിലെ ഈ ഓയിലിൻ്റെ അടി ഈ പിസ്റ്റന്റെ ഉള്ളിലൂടെ എല്ലാം പോയിട്ട് ഈ ലീക്കില്ലേ, ലീക്കിന്റെ ഗ്യാപ്പില്ലേ,
ഗ്യാപ്പിനകത്ത് വരെ ഓയിലെത്തുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സാധനം ഈ ഊരിനാന്ന് പറയാം ഓയിൽ ഗ്യാലറി എന്ന് പറയും. ഓക്കെ, ശരി. നമ്മളിപ്പോ ഇവിടുന്ന് ഇതിനൊക്കെ മേലെ അപ്പോൾ ഇവിടുന്ന് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഓയിൽ എങ്ങനെ നേരെ പോയിട്ട് വരുന്ന ഓയിൽ എങ്ങനെയുള്ളത് കുറേ പിന്നെ ക്ലീനാക്കിയിട്ട് മെറ്റലും കാര്യങ്ങളിലാക്കി വരുന്നത്. അപ്പോൾ ഇത് ഈ മറ്റേ തിരിച്ചങ്ങോട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ ഒരു ഫിൽറ്ററും കൂടി വെക്കുന്നുണ്ട്. ആ ഫിൽറ്ററും കൂടി ചെയ്ത് മാത്രമാണ് നമ്മൾ ഓയിൽ വീണ്ടും പമ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ പ്രഷറിൽ കൊടുത്തിട്ട് പോകുന്ന ഓയിൽ ഉണ്ടല്ലോ, ഓയിൽ ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഒരു പ്രഷർ വേണമല്ലോ. അപ്പോൾ ഈ ഇവിടുന്ന് കൊടുക്കുന്ന ഓയിലിന്റെ പ്രഷർ എപ്പോഴും ഒരു കൃത്യമായ അളവ് തന്നെ വേണം. കൂടിയാലും പ്രശ്നമുണ്ട്, കുറഞ്ഞാലും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടുണ്ടോ, പ്രഷർ കൂടിക്കുമ്പോൾ ആ പ്രഷർ ഒരു റിലീസ് വാളുണ്ടോ, ആ റിലീസ് വാളിന് കൊണ്ടത് പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഓയിലിനെ ഏറ്റി കഴിയും. ഇനി കുറഞ്ഞിട്ടാകുമ്പോൾ സെൻസർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, വീണ്ടും ഓയിലിനെ പമ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഓയിലിന്റെ പ്രഷർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവാം. അപ്പോൾ വണ്ടീനെ പിന്നെ പണ്ട് കാലത്ത് അതിൽ മെയിനുണ്ടാവും, ഒരു ഓയിലിന്റെ മെയിനുണ്ടാവും. അതിൽ നമ്മൾ ഈ ഓയിൽ ഇൻഡിക്കേറ്റർ കാണിക്കും. ഇപ്പോഴുള്ള വണ്ടിയെല്ലാം ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നതാണ്, ഒരു ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഇത് ഓയിൽ ഉണ്ടാവും. അപ്പൊ ഈ ലൈറ്റ് കത്തുന്നത് നമ്മൾ മനസ്സിലാക്കുക ഓയിലിന് ഒരു ചെറിയ ഡാമേജ്, ഒരു പ്രശ്നമുണ്ട്. അതായത് ഓയിലിന്റെ പ്രഷറുമായി കാണിക്കുന്നത്. അപ്പൊ ഡ്രൈവർക്ക് അത് എന്ത് ചെയ്യാം, ഡ്രൈവറുടെ ക്ലസ്റ്റർ നോക്കിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയും കാര്യമാണ് പിന്നെ ഓയിൽ. അതിനെ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഓയിൽ ചെക്ക് ചെയ്യാനുള്ളത്. ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്, വാഹനത്തിന്റെ മുമ്പിലെ എഞ്ചിൻ എവിടെയാണെന്ന് വെച്ചാൽ അതിന്റെ കാറാമയുടെ മുകളിൽ ബൈക്കാകുമ്പോൾ സൈഡ് എത്ര വണ്ടി നമ്മൾ അതിന്റെ ഓരോ സ്ഥലത്ത് ഓയിൽ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ ആ ഓയിലിന്റെ കാറിനാണെങ്കിൽ ഒരു ഓയിൽ ടിപ്പ് ഉണ്ടാവും, ഓയിൽ ടിപ്പ് എന്നാണ് ചെറിയ റബ്ബർ പോയിട്ടോ ഇങ്ങനെ കുത്തി ഇറക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ പൊതിച്ചിട്ട് ഒരു കോട്ടൺ കൊണ്ട് തുടച്ചിട്ട് വീണ്ടും കുത്തിച്ചാൽ നമ്മൾ ഓയിലിന്റെ ലെവൽ മനസ്സിലാക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് ഓടിച്ച് കഴിഞ്ഞ് അപ്പാട് നോക്കുന്നത്, ഓടിച്ചാൽ അപ്പാട് എല്ലാടിയും പോയിട്ടുണ്ട് ഫ്യൂല് അല്ലെ ഓയിൽ, അത് ഒന്ന് കൂടി താഴെ വരാം. അപ്പൊ അതിന് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം ഗ്രൗണ്ട് ലെവല് ഫ്ലാറ്റ് ആയിരിക്കാം, ചെരുവിലൊന്നും വെക്കുക. ഈ ഓയിൽ ടിപ്പ് പറഞ്ഞ കുത്തി നോക്കുമ്പോൾ ഇട്ട് എടുക്കും. അപ്പൊ അതിന്റെ അറ്റത്ത് എന്ത് ചെയ്യും, ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടാവും, ഇത്ര മുതൽ ഇത്ര എന്നുണ്ടാവും, മിനിമം മാക്സിമം. അതിന്റെ ഇടയിൽ വേണം ഉണ്ടാകാൻ. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഈ ഓയിൽ കുത്തിയിട്ട് എടുക്കാൻ എന്തൊക്കെ നോക്കുന്നത്, ഈ ഓയിലിന്റെ കളവ് നോക്കണം, ലെവൽ നോക്കണം, ഈ രണ്ടും ചെക്ക് ചെയ്യണം. ഇനി മാറ്റുന്ന സമയമാണെങ്കിൽ മാറ്റണം, കളവൊക്കെ മാറ്റണമെന്ന് മാറ്റാം. ഇനി അത് എടുത്തിട്ട് ഓയിൽ കുറവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓയിലിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ലൂബ്രിക്കേഷൻ എന്താ ഉപയോഗിക്കുന്നത്, നമ്മുടെ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന തേയ്മാനങ്ങളും മറ്റും കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ പഠിച്ചത് ഇതിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 5 ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതല്ലോ, പെട്രോൾ ഓയിൽ, പിന്നെ സ്പ്ലാഷ്, പിന്നെ പ്രഷർ ലൂബ്രിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ കമ്പൈൻ, ഇത് 2 പോലുള്ള കമ്പൈൻ ലൂബ്രിക്കേഷൻ, പിന്നെ അതുപോലെ ഡ്രൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ച് പിന്നെ അതിന്റെ അഡ്വാൻസ് എന്തെങ്കിലും പഠിച്ച് ഓയിലിനെ കൊണ്ടുള്ള അഡ്വാൻസ് എന്തിനാണ്, അതെ ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും, ഫ്രിക്ഷൻ കുറക്കും. അതുപോലെ തന്നെ ഹീറ്റ് കുറക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഇടയിൽ എന്താണ് ലീക്കിന്റെ അത് സീലാക്കി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിന്റെ ലൈഫ് കൂട്ടാൻ അതുപോലെ തന്നെ പവർ കുറക്കാണ്ട് സഹായിക്കുന്നത്. പിന്നെ ഓക്കെ, അത്രയും കാര്യങ്ങൾ പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് പഠിച്ച് നിങ്ങൾ ലാസ്റ്റ് ഓയിൽ ചെക്ക് ചെയ്യണമെന്നല്ലാതെ പറ. ഇത് ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യണം വളരെ അത്യാവശ്യമുള്ള കാര്യമല്ല. അപ്പോൾ അതിന് പിന്നെ കാറിലെല്ലാം അതിന് എഞ്ചിനെ കുറ്റാൻ ഓയിൽ സ്റ്റിക്ക് പറയും, അല്ലെങ്കിൽ ഓയിൽ ടിപ്പ് സാധനം
വെച്ച് നേർപ്പാട്ടാൻ നോക്കുന്നത്. പിന്നെ പറഞ്ഞത് പിന്നെ ഡ്രൈവറിന് തിരിയാന്നുള്ളത് മീറ്ററിൽ അതിൻ്റെ മീറ്റിൽ കയറണ്ട. അത് നോക്കിയിട്ട് പ്രഷറും കാര്യവും മനസ്സിലാക്കാം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂട്ടിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ ഓക്കെ മനസ്സിലായോ? ഓക്കെ. ഇവിടെ അങ്ങോട്ട് സാധാരണ പോലെ തന്നെ ഓയിൽ ഫിൽറ്റർ വഴി ഓയിൽ കൂടെ വഴി എവിടേക്ക് എത്തിക്കും? എഞ്ചിന്റെ മൂവിംഗ് പാർട്ടിലേക്ക് മാനുവലി ഇല്ല, മനസ്സിലായില്ല. അത് വർക്ക് ചെയ്യുന്നത് ഓയിൽ സപ്ലൈ ഓയിലിന് എഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഇയാൾ അങ്ങോട്ട് വരികയും ഇവിടെ 2 വെയിറ്റ് കണ്ടോ പ്രശ്നം വരും. അപ്പം അതുകൊണ്ട് ഇവിടെ റിസർവ് ഒന്നും ആക്കാനായിട്ട് താമസിക്കുന്നു. പെട്രോൾ അങ്ങനെ കൂളന്റ് യൂസ് ചെയ്താൽ എന്ത് വരില്ല? ഇതേപോലെ 0 ഡിഗ്രി സെൽഷ്യസിൽ അത് ഐസ് ആവില്ല, -16 വരെ പോവും. 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവില്ല, തിളച്ചു പോവില്ല. 100 ഡിഗ്രി സെൽഷ്യസ് 150 ഡിഗ്രി സെൽഷ്യസ് പോവും. പിന്നെ എന്ത് വരില്ല? തുരുമ്പ് പിടിപ്പിക്കില്ല. കൂട്ടത്തെ എന്താ നമ്മൾ വിളിക്കുക സാധാരണ? എന്താണ് വാരിയല്ല റിബ്സ് എന്നാണ്. റിബ്സ് ഇങ്ങനെ പലക രൂപത്തിലാണോ? എങ്ങനെയാണ്? കോല് രൂപത്തിലാണ്. ഈ കോല് രൂപത്തിൽ